ഒരാൾ മരിക്കുന്നു. മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? മരണശേഷം മൃതദേഹം സംസ്കരിക്കും. പക്ഷേ അതല്ലാതെ ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതാവുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്, മൃതദേഹമായി മാറുന്നത്. ജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആരും കണ്ടിട്ടില്ല. ആ ജീവനെ ചിലപ്പോൾ ആത്മാവെന്ന് പറയാം, അല്ലേ? അപ്പോൾ അങ്ങനെ ആത്മാവ് എന്ന് പറയുന്നൊരു സങ്കല്പമാണോ? ആത്മാവുണ്ടോ? ആത്മാവ് ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ ഗവേഷണ ഫലം തെളിയിക്കുന്നത്. ഇത് ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ്, അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പ്രൊഫസറാണ് അരിസോണയിൽ യൂണിവേഴ്സിറ്റിയിൽ, അനസ്തീഷ്യോളജി. അത് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. സൈക്കോളജിയുടെയും പ്രൊഫസറാണ് അദ്ദേഹം. ഈ ക്ലിനിക്കലി ഡെത്ത് എന്ന് പറയുമല്ലോ, ബ്രെയിൻ ഡെത്തൊക്കെ ഉണ്ടായ ആളുകളിലൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെടുന്ന, അത്തരം ജഡങ്ങളുമായിട്ടോ മനുഷ്യരുമായിട്ടോ രോഗികളുമായിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇലക്ട്രോ എൻസെഫലോഗ്രാം ECG അതിലെ സെൻസേഴ്സ് കൊണ്ട് ഒരു സംഗതി തലച്ചോറിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ തലച്ചോറ് മരിക്കുമല്ലോ, അപ്പോൾ നടക്കുന്നൊരു പ്രതിഭാസം. അതെന്താണെന്ന് വെച്ചാൽ, മരിക്കുമ്പോൾ തലച്ചോറിൽ ഊർജത്തിൻ്റെ ഒരു പൊട്ടിത്തെറിക്കൽ നടക്കുന്നു. ഒരു പ്രകാശധോരണി ആ സമയത്ത് തലച്ചോറിൽ നടക്കുന്നു. അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഫ്ലെയർ ഓഫ് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ രോഗിയിൽ ഉണ്ടാകുന്നുണ്ട്, അത് ക്യാപ്ചറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആത്മാവ് ശരീരം വിടുന്നതിന് തെളിവാണ്. പഴയ നമ്മുടെ ചില സന്യാസിമാരൊക്കെ സമാധിയാകുമ്പോൾ ഒരു പ്രകാശം ശരീരത്തിൽ നിന്ന് പോകുന്ന കണ്ടു എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദൻ്റെ കാര്യത്തിൽ രമണ മഹർഷിയുടെ ഒക്കെ നമ്മുടെ പരമഹംസ യോഗാനന്ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എഴുതിയിട്ടുള്ള, അദ്ദേഹം ഒരു ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. അത് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക്, അവർക്കിത് അറിയാമല്ലോ, ആത്മാവാണെന്ന് അവരുടേതായ അതീന്ദ്രിയമായ സംഗതിയാണല്ലോ അവരഭ്യസിച്ചിരിക്കുന്നത്. അത് കണ്ടതായിട്ട് ഈ രമണ മഹർഷിയുടെ ആത്മാവ് പോകുന്നത് പലരും കണ്ടതായിട്ട്, TR മഹാലിംഗം പുല്ലാങ്കുഴൽ വായിക്കുന്ന, അങ്ങനെ പല ആളുകളും കണ്ടതായിട്ട് ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഈ ഗവേഷണ ബലം വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കാവുന്നത് ഈ ബ്ലഡ് പ്രഷറോ നാഡിമിടിപ്പോ ഇതൊന്നും ഇല്ലാത്ത രോഗിയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം കുഴപ്പങ്ങളൊന്നും, നാഡിമിടിപ്പ്, ഹൃദയമിടിപ്പ് തീരുന്നു, ഇയാൾക്ക് രക്തസമ്മർദ്ദമില്ല, അപ്പോഴാണ് തലച്ചോറിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം വരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതിഭാസത്തിന് വേറൊരു കാരണമില്ല എന്ന് പറയാനായിട്ട്, ഇതല്ലാതെ വേറൊരു കാരണമില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ എല്ലാം പോകുന്നു. ആ നേരത്ത് രക്തസമ്മർദ്ദമില്ലാത്ത ആ നേരത്ത് ഹൃദയമിടിപ്പില്ലാതിരിക്കെ ഇത് സംഭവിക്കുന്നു. അതായിരിക്കാം ആത്മാവ് ശരീരം വിടുന്ന സന്ദർഭം. അപ്പോൾ ഈ പ്രതിഭാസത്തിന് പറയുന്നത് ഗാമ സിൻക്രണി എന്നാണ് പറയുന്നത്. അതിനൊരു പേര് കൊടുക്കണമല്ലോ. അപ്പോൾ ഗാമ സിൻക്രണി എന്നാണ് വിളിക്കുന്നത്. ബോധചിന്ത, അവബോധം, തിരിച്ചറിവ് എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ തരംഗരൂപം, ഈ പറയുന്ന പൊട്ടിത്തെറിക്കൽ, പ്രകാശധാര, തരംഗരൂപം EG കണ്ടെത്തിയിരിക്കുന്നു. അത് 30 മുതൽ 90 സെക്കൻഡ് വരെ ദൈർഘ്യമുണ്ട്. അതിന് 30 ആകാം, 32 ആവാം, അതുപോലെ 90 വരെ പോകാം. അതായത് 1.5 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം ഈ പ്രകാശധോരണി. യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ പ്രൊഫസറായ അദ്ദേഹം പറയുകയാണ്, ഇതിനെപ്പറ്റി വേറെയും തിയറികളൊക്കെ നേരത്തെ വന്നത് അദ്ദേഹം പറയുകയാണ്. ഇത് മരണം കഴിഞ്ഞ് ന്യൂറോണുകൾ ഊർധ്വൻ വലിക്കുന്നതാണെന്ന് മുമ്പ് പറയാറുണ്ടായിരുന്നു. ഒരു തോന്നൽ, ഇല്യൂഷൻ ആണെന്നും
ഒക്കെ ഈ സംശയാലുക്കളായ ശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിച്ചെന്ന് വരാം. ഒരു ഇല്യൂഷനെ വെറുതെ തോന്നുന്നതാണെന്നൊക്കെ യുക്തിവാദികളൊക്കെ പറയില്ലേ, അതുപോലെ സംശയാലുക്കളായ ശാസ്ത്രജ്ഞർ പറഞ്ഞു എന്ന് വരാം. എന്നാൽ ഇത് ബോധം ശരീരം വിടുന്ന പ്രക്രിയ തന്നെയാണ്. തലച്ചോറിലെ മറ്റ് കർമ്മങ്ങൾക്ക് വേണ്ടി വരുന്നത്ര ഊർജം ബോധപ്രവർത്തനങ്ങൾക്ക് ആവശ്യമില്ല. അത് അഗാധ തലത്തിലാണ് നിലകൊള്ളുന്നത് ബോധം. അതിനാൽ മരണനേരത്ത് ഏറ്റവും അവസാനം പോകുന്നത് അതാണ്. ഏറ്റവും അഗാധ തലത്തിലായതുകൊണ്ട് ഏറ്റവും അവസാനം പോകുന്നത് ബോധമാണ്. അതിൻ്റെ പ്രക്രിയയാണ് ഈ കാണുന്നത്. ബോധം എന്നത് വളരെ താഴ്ന്ന ഊർജ പ്രക്രിയയാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഈ എനർജി വല്ലാതെ വേണ്ടത് ഈ കൈ കൊണ്ട് കാലുകൊണ്ട് ഒക്കെ ചെയ്യുമ്പോഴാണ്. മറ്റേത് കായികമായ കാര്യങ്ങൾക്കാണ്. മറ്റേതൊരു ആന്തരിക പ്രക്രിയയാണ്, അഗാധ തലത്തിലാണ് നിലകൊള്ളുന്നതെന്ന്. എന്നിട്ടൊരു ഇന്ത്യക്കാരനെ പറ്റി അദ്ദേഹം പറയുന്നു, ഡോക്ടർ ലക്ഷ്മിർ ചൗള തുടങ്ങിയ ഗവേഷണമാണിത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിർ ചൗള ആരാണെന്ന് ഞാൻ നോക്കി. ചീഫ് മെഡിക്കൽ ഓഫീസർ എക്സ്തീറ മെഡിക്കൽ എന്ന് കാണുന്നുണ്ട്. അദ്ദേഹം മുമ്പ് CEO സ്റ്റാവ്ര മെഡിക്കൽ ആയിരുന്നു എന്നും കാണുന്നുണ്ട്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പണി ആക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, വൃക്കയ്ക്ക് വലിയ പരിക്ക് പറ്റുന്ന രോഗികളെയാണ് അദ്ദേഹം ചികിത്സിക്കുന്നത്. അപ്പോൾ അവരും മരണത്തിലേക്ക് എത്തുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹവും ഈ EEG, തലച്ചോറ്, ഇതൊക്കെ അദ്ദേഹം നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അനസ്തീഷ്യോളജിസ്റ്റുകൾ നിരന്തരം EEG ഉപയോഗിക്കാറുണ്ട് തലച്ചോറ് മരിച്ച രോഗികളിൽ. അവയവദാനത്തിന് മുമ്പ് ഈ ബ്രെയിൻ ആക്ടിവിറ്റി മുഴുവനും നിലച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത അവർക്കുണ്ട്, ആ കടമ അവർക്കുണ്ട്. എന്നിട്ട് വേണം അവയവം കൊടുക്കാൻ. കാരണം തലച്ചോറ് പ്രവർത്തിക്കുമ്പോൾ അവയവം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തലച്ചോറിലെ ഈ പ്രവർത്തനം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം വേറൊരാൾ ഉദ്ധരിക്കുന്നുണ്ട്, ഡോക്ടർ റൂബിൻ ലെസ്റ്റർ കാർഹാർട്ട് ഹാരിസ് എന്ന് പറഞ്ഞ ആളെ. ഈ ഹാരിസ് റിസർച്ചർ ആണ്, ഗവേഷകനാണ്. ഈ എങ്ങനെയാണ് ഡ്രഗ്സ് മനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം. അപ്പോൾ അദ്ദേഹം MRI ഈ ഉപയോഗിക്കാനായിട്ട് കുറേ വോളണ്ടിയേഴ്സ് അദ്ദേഹത്തിനുണ്ട്, സന്നദ്ധ സേവകർ. MRI പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നോക്കാനായിട്ട് EEGക്ക് വേണ്ടിയും സന്നദ്ധ സേവകരുണ്ട്. അപ്പോൾ അദ്ദേഹം അത് വെച്ചിട്ടും ഈ ബ്രെയിനിലെ പ്രവർത്തനങ്ങൾ സന്നദ്ധ സേവകരിൽ നിരീക്ഷിക്കുന്ന ഒരാളാണ്, ഗവേഷകർ. അപ്പോൾ ആ സന്നദ്ധ പ്രവർത്തകർക്ക് അദ്ദേഹം സിലോസിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് കുത്തിവെക്കും ഇതറിയാൻ വേണ്ടിയിട്ട്. അതൊരു സൈക്കോ ആക്റ്റീവ് ഡ്രിപ്പ് ആണത്. അത് കൊടുക്കും. കണ്ണടയ്ക്കാൻ പറയും, ശാന്തരായിരിക്കാൻ പറയും, ഒന്നും ചെയ്യാതെ നിശ്ചലരായിട്ടിരിക്കാനും പറയും. അതിന് ശേഷം ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു അനുഭവം എന്ന് അവരോട് ചോദിച്ചിട്ട് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രെയിൻ ആക്ടിവിറ്റി ഒന്നുമില്ല, തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് വിവിഡ് ഹാലൂസിനേഷൻസ്, പലതരം ഭിന്നമായ വിഭ്രാന്തികൾ ആണ് തോന്നുന്നത്. MRI, അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന MRI ഇറ്റ് ഈസ് കോൾഡ് ആൻഡ് ഡാർക്ക് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മരവിച്ചതും ഇരുണ്ടതുമാണ് എന്ന് പറയാം, ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വിശദീകരിക്കാനായിട്ടില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഇദ്ദേഹം പറയുകയാണ്, ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ് പറയുകയാണ്, ബോധം ഒരു ഡീപ്പർ ക്വാണ്ടം ലെവലാണ്, അഗാധ ഊർജ തലമാണ് ബോധം. ന്യൂറോണുകൾക്കുള്ളിലെ സംയുക്ത ക്വാണ്ടം വൈബ്രേഷൻ ആണ് ഇത് സൃഷ്ടിക്കുന്നത്. ബോധം താഴ്ന്ന ഊർജ പ്രക്രിയയാണ്. അതുകൊണ്ട് അത് ഏറ്റവും അവസാനം ആ ഊർജത്തിൻ്റെ ഒരു പൊട്ടിത്തെറി, ആത്മാവ് ശരീരം വിട്ടുപോകുന്ന
ഒരു പൊട്ടിത്തെറി. അതാണ് ആ പ്രകാശധോരണിയാണ് നമ്മൾ കാണുന്നത്. ഇനി ഭഗവത്ഗീതയിലെ ഇത് പറയുന്നൊരു ശ്ലോക ഭാഗം ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. വസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. പഴയ വസ്ത്രം കളഞ്ഞ് പുതിയത് ധരിക്കും പോലെ മരണനേരത്ത് ആത്മാവ് ജീർണ ശരീരം വിടുന്നു. പുതിയ ശരീരം സ്വീകരിക്കാൻ ആത്മാവ് ഈ ശരീരം വിടുന്നു. അതിപ്പോൾ വളരെ ലളിതമായി പറഞ്ഞിട്ടുണ്ടല്ലോ. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം. അപ്പോൾ ഈ ആ ആത്മാവ് വേറൊരു ശരീരം എടുക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയും കൂടി തുറന്നിടുകയാണ് ഈ ഗവേഷണം. അതെ. ഏതായാലും ഇന്നത്തെ കഥയമമയിൽ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ശാസ്ത്രീയ കണ്ടെത്തലാണ് പറഞ്ഞത്. ഇപ്പോൾ ചില പ്രേക്ഷകർ പറയുന്നുണ്ട്, ഇപ്പോൾ കഥയമമ ചെയ്യുന്നില്ലേ? ഉണ്ട്, കഥയമമ ചെയ്യുന്നുണ്ട്. കഥയമമയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. കഥയമമയുടെ ആ ഒരു ജോണറിൽ വരുന്ന വീഡിയോകൾ മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ആശയക്കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി കഥയമമ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.